ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സൈനിക നീക്കം നടക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയിൽ നിന്നും തുർക്കിയിൽ നിന്നും ഇഷ്ടം പോലെ മിലിറ്ററി ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റുകൾ പാകിസ്ഥാനിലേക്ക് എത്തുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തായി വന്നിരിക്കുന്നത്. ഏകദേശം ഒരു 60 മണിക്കൂറിനിടെയാണ് ഇത്തരം ഒരു എയർക്രാഫ്റ്റുകൾ തുരുതുരയായിട്ട് പാകിസ്ഥാനിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം ഇതെന്താണ് റീസൺ എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായൊരു മറുപടി ഇല്ല. പക്ഷെ നമുക്ക് ഏകദേശം ഒന്ന് ഊഹിക്കാൻ കഴിയും. ചൈനയും പാകിസ്ഥാനുമായി ഒരു ബന്ധം രൂപപ്പെടുത്തുന്നുണ്ടോ? ഒന്നാമത് ചൈനയ്ക്ക് പാകിസ്ഥാനുമായിട്ട് ഒരു അടുപ്പമുണ്ടെന്ന് നമുക്കറിയാം. ചൈന അമേരിക്കയായിട്ടും ചൈനയ്ക്ക് കണക്ഷൻ ഉണ്ട്, പാകിസ്ഥാനുമായിട്ടും കണക്ഷൻ ഉണ്ട്. പക്ഷെ ചൈനയായിട്ട് ഇന്ത്യക്ക് അത്ര അധികം അടുപ്പമില്ല. ഇന്ത്യയും ചൈനയും തമ്മിൽ എപ്പോഴും ഒരു വിരോധത്തിലാണ് താനും. കാര്യം ആദ്യം ചൈനയായിട്ടൊരു യുദ്ധമൊക്കെ ഉണ്ടായതും ഇന്ത്യയും ചൈനയും തമ്മിലാണ്. ഇപ്പം ചൈനക്കാർക്ക് ഇന്ത്യയെ താല്പര്യമില്ല, ഇന്ത്യക്കാർക്ക് വലിയ താല്പര്യമില്ല. ചൈനീസ് ഉൽപ്പന്നങ്ങളൊക്കെ ഇന്ത്യയിൽ പലതും നിരോധിച്ചിട്ടുമുണ്ട്. പക്ഷെ ഇവിടെ ഈ ചൈന ഇപ്പം പുതുതായിട്ട് ചൈന പാകിസ്ഥാനുമായിട്ട് അടുക്കുന്നു എന്നൊരു കാര്യം വന്നിരിക്കുകയാണ്. അപ്പം നമുക്കിതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ പറ്റും. കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു, കഴിഞ്ഞ ഒരു മാസം മുമ്പേ ആയിരുന്നു സൗദി, തുർക്കി, പാകിസ്ഥാൻ ഒരു മെക്ക കരാർ വന്നത്. ഈ മെക്ക കരാറിനകത്ത് തുർക്കിയുണ്ട്. പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ ബംഗ്ലാദേശും പാകിസ്ഥാനോട് അടുക്കുന്നെന്ന് ഒരു സൂചന കിട്ടിയിട്ടുണ്ട്. അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ അടുത്ത ലോക രാജ്യങ്ങളിലുള്ള ഏതെങ്കിലുമൊക്കെ രാജ്യങ്ങളെ തൻ്റെ അടുത്തേക്ക് അടുപ്പിക്കുന്നുണ്ടെന്നുള്ള ഒരു സത്യം ഇവിടെ വന്നിരിക്കുകയാണ്. അതിനൊപ്പം തന്നെയാണ് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2 വിവരങ്ങൾ വന്നിരിക്കുന്നത്. ചൈനയിൽ നിന്നും തുർക്കിയിൽ നിന്നും ഈ മിസൈലുകളും ഡ്രോണുകളും അങ്ങനത്തെ ഒക്കെ ഉള്ളത് ഒരുപാട് എയർക്രാഫ്റ്റുകൾ ഇന്ന് ഈ പാകിസ്ഥാനിലേക്ക് വരുന്നു. ഇനി അത് എവിടേക്കാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യൻ സുരക്ഷാ വൃത്തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ട് പ്രകാരം ഇത് ചൈനീസ് വിമാനങ്ങൾ റാവൽപിണ്ടിക്ക് സമീപമുള്ള നൂർ ഖാൻ എയർബേസ്, ഇപ്പം ഈ എയർക്രാഫ്റ്റുകളാണ് ഇപ്പോൾ വരുന്നത്. ആ എയർക്രാഫ്റ്റിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് കറക്റ്റ് അറിയില്ല. എന്നാലും ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന താവളങ്ങൾ, എത്തിയിരിക്കുന്ന താവളങ്ങൾ റാവൽപിണ്ടി, പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിലും നൂർ ഖാൻ എയർബേസിലും കറാച്ചിയില് മസ്റൂർ എയർബേസിലുമാണ്. ഇതിന്റെ പേരൊക്കെ നമുക്ക് മനസ്സിൽ നിൽക്കാൻ കുറച്ച് പാടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നോക്കി പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും ഞാൻ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. റാവൽപിണ്ടിക്ക് സമീപം നൂർ ഖാൻ എയർബേസിലും കറാച്ചിക്ക് സമീപം കറാച്ചിയിൽ തന്നെയുള്ള മസ്റൂർ എയർബേസിലുമാണ് ഈ എയർക്രാഫ്റ്റുകൾ ചൈനയിൽ നിന്ന് എത്തിയിരിക്കുന്നത്. അപ്പം ഇത് ചൈനയിൽ നിന്ന് വന്നതാണ്. ഇനി തുർക്കിയിൽ നിന്ന് സൈനിക ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റുകളും പാകിസ്ഥാനിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ തുർക്കിയായിട്ടുള്ള ഒരു ബന്ധം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിപ്പോർട്ടുകളൊക്കെ പ്രകാരം ഈ തുർക്കി ഇപ്പം ഈ മെക്ക കരാറ് പ്രകാരം പാകിസ്ഥാൻ, തുർക്കി, സൗദി അറേബ്യ അവരൊരു ബോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ തുർക്കി ചൈനയ്ക്ക് ആവശ്യമുള്ള ആയുധങ്ങളും എല്ലാം ചൈനയ്ക്ക് എത്തിച്ചു കൊടുക്കും. പക്ഷെ ആദ്യം എയർക്രാഫ്റ്റുകളാണ് തുർക്കിയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് എത്തിയിരിക്കുന്നതെന്ന് പറയുന്നു. കാര്യം തുർക്കിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തുർക്കി ആയുധപരമായിട്ടും അങ്ങനത്തെ ഏറ്റവും ബെസ്റ്റായിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ്. ഇപ്പം നാറ്റോ രാജ്യങ്ങളിൽ പോലും തുർക്കിക്ക് 2ാമത്തെ സ്ഥാനത്തോളം വന്നിട്ടുണ്ട്. കാര്യം അമേരിക്ക കഴിഞ്ഞാൽ തുർക്കിക്ക് അത്രയധികം വലിയൊരു സ്ഥാനമുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും ആയുധങ്ങളും വ്യാപാരവും കടത്തും ഒക്കെ എല്ലാത്തിനകത്തും ഈ തുർക്കി വന്നിട്ടുണ്ട്. അപ്പൊ ഈ തുർക്കിക്ക് അത്രയധികം തുർക്കിയുടെ ഈ ആയുധ സമ്പത്ത് റിച്ചാണ്. അപ്പൊ ഈ തുർക്കിയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഇപ്പം എയർക്രാഫ്റ്റുകൾ തുർക്കിയിൽ നിന്നും വന്നിരിക്കുകയാണെന്നാണ് പറയുന്നത്. അതൊരു പുതിയ ബന്ധം ഉടലെടുക്കുന്നതിന്റെ സൂചനയാണ് എന്നാണ് ഇപ്പം ഔദ്യോഗിക വൃത്തങ്ങളൊക്കെ പറയുന്നത്. ഇന്ത്യയിൽ തന്നെ ഔദ്യോഗിക റിപ്പോർട്ട് പ്രകാരം ഇത് വളരെ ശ്രദ്ധിക്കപ്പെടേണ്ടതായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് എന്നും പറയുന്നു. ഇനി ഈ റിപ്പോർട്ടുകൾ പ്രകാരം എന്തൊക്കെയാണ് എയർക്രാഫ്റ്റുകളിൽ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഡ്രോൺസ് ഉണ്ട്, പിന്നെ മറ്റ് ഡിഫൻസ് എക്യുപ്മെന്റ്സ് എല്ലാം ഉണ്ട്. ഡ്രോൺസ് ഉണ്ട്, മിസൈൽസ് ഉണ്ട്, മിലിറ്ററി സപ്ലൈസ് ഉണ്ട് എന്ന് തുടങ്ങി പല കാര്യങ്ങളും ആ ഒരു യുദ്ധം നടത്താൻ ആവശ്യമായിട്ടുള്ള പല കാര്യങ്ങളും ഈ എയർക്രാഫ്റ്റുകളിൽ ചൈനയും തുർക്കിയും പാകിസ്ഥാനിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അത് ഏതാണ്ട് ഒരു 60 മണിക്കൂറിനുള്ളിൽ തന്നെ തുടർച്ചയായിട്ട് പാകിസ്ഥാനിലേക്ക് എയർക്രാഫ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇനി ഇതിനകത്ത് ഇതിപ്പോൾ പ്രധാനമാകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഈ ചൈനയും പാകിസ്ഥാനും തമ്മിൽ തന്നെ നേരത്തെ തന്നെ ശക്തമായ ഒരു ബന്ധമുണ്ടെന്ന് നമ്മൾ പറഞ്ഞു, ഒരു ഡിഫൻസ് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് നമുക്കറിയാം. അതോടൊപ്പം തന്നെ ഇപ്പൊ തുർക്കി പാകിസ്ഥാൻ ഒരു മിലിറ്ററി കോർപ്പറേഷനും അവിടെ വന്നിരിക്കുകയാണ്, കാരണം ഈ മെക്ക കരാർ പ്രകാരം. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ചൈനയുടെയും തുർക്കിയുടെയും ഒരു ശക്തമായ പിന്തുണ പാകിസ്ഥാൻ ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇത് എന്തിന്റെ സൂചനയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തീർച്ചയായിട്ടും ഇന്ത്യയെ ആക്രമിക്കുന്നതിനുള്ള ഒരു സൂചനയായിരിക്കും. കാര്യം ഇതുപോലെ എയർക്രാഫ്റ്റുകൾ വരുന്നു, ഡ്രോണുകൾ വരുന്നു, മിസൈലുകൾ വരുന്നു. ഇതെല്ലാം പാകിസ്ഥാനിൽ സുരക്ഷിതമായ സൈനിക താവളങ്ങളിൽ സുരക്ഷിതമായി വെച്ചിട്ടുണ്ട്. കാര്യം ഇപ്പോഴത്തെ പാകിസ്ഥാന്റെ ഒരു കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ദരിദ്ര രാഷ്ട്രമായി മാറിയിരിക്കുകയാണ്. കാര്യം അവിടുത്തെ ജനങ്ങൾക്ക് ഒന്നുമില്ല, ആഹാരവും വെള്ളവും ഒന്നുമില്ല, ഭക്ഷണം ഒന്നും കൊടുക്കാനുള്ള സംഭവങ്ങളില്ല, വളരെ ദാരിദ്ര്യമാണ്. അവിടെ മുഴുവൻ മിലിറ്ററിയാണ് കൈകാര്യം ചെയ്യുന്നത്. ഇപ്പൊ തന്നെ മുനീറിനാണ് അവിടെ പരമാധികാരം വന്നിരിക്കുന്നത്. അപ്പൊ പട്ടാളക്കാരാണ്, പട്ടാള മേധാവികളും അവരുടേതായിട്ടുള്ള ആൾക്കാരുമാണ് ഈ പാകിസ്ഥാനെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ സാധാരണ ജനങ്ങൾക്ക് അവിടെ അവർക്ക് മുന്നോട്ട് പോകാൻ, ജീവിച്ച് മുന്നോട്ട് പോകാനുള്ള പണവും ഒന്നുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ പാകിസ്ഥാൻ പൊതുവെ ഇപ്പം ഒരു സാമ്പത്തിക ബാധ്യതയിലാണെന്നറിയാം. അതുകൊണ്ട് ആ ഒരു കാരണം കൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ ചൈനയും തുർക്കിയും പാകിസ്ഥാനെ സഹായിക്കാമെന്ന് വെച്ചിട്ടുണ്ടാവുക. അത് നമ്മൾ ഊഹിക്കുന്ന ഒരു കാര്യമാണ്, നമുക്കറിയില്ല കറക്റ്റായിട്ട്. പക്ഷെ ഇപ്പോഴത്തെ ഈ ഒരു സൈനിക നീക്കവും ഇപ്പോഴത്തെ ഈ ഒരു ബന്ധം, ചൈനയായിട്ട് ഇപ്പം പാകിസ്ഥാൻ വളരെ വലിയൊരു ബന്ധം കീപ്പ് ചെയ്യുന്നു, അതേപോലെ തുർക്കിയായിട്ടൊരു ബന്ധം കീപ്പ് ചെയ്യുന്നു, അതേപോലെ മെക്ക കരാറിലൂടെ മുസ്ലിം രാഷ്ട്രങ്ങളുമായിട്ടൊരു ബന്ധം കീപ്പ് ചെയ്യുന്നു. ഇതിൻ്റെ എല്ലാം പിന്നിൽ പാകിസ്ഥാന് ആയുധപരമായിട്ടും അവരുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കുറവാണെന്ന് അവർക്ക് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ ഈ പല രാജ്യങ്ങളിൽ നിന്നും അവർ ഇങ്ങോട്ടേക്ക് ആയുധങ്ങൾ ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യാനുള്ള ഒരു തത്രപ്പാടിലാണ്. അത് ഇന്ത്യക്ക് ചിലപ്പോൾ മോശമായിട്ട് വരാം. ഇന്ത്യ എപ്പോഴും അത് സൂക്ഷിച്ചിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പൊ തന്നെ നമുക്കറിയാം ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗം പാകിസ്ഥാനാണ് വരുന്നത്, വടക്കു പടിഞ്ഞാറ് തുർക്കിയാണ് വരുന്നത്. ആ തുർക്കി നേരിട്ടുള്ള അതിർത്തി അല്ലെങ്കിൽ പോലും ആ ഭാഗത്താണ് വരുന്നത്, പിന്നെ ബംഗ്ലാദേശ് വരുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ ഇന്ത്യയെ ഒന്ന് വളഞ്ഞിട്ട് ആക്രമിക്കാനുള്ള ഒരു പരിപാടിയാണോ ഈ പാകിസ്ഥാൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ഒരു പ്രതീക്ഷിക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ വേണമെങ്കിൽ വിചാരിക്കേണ്ടി വരികയും ചെയ്യാം. അപ്പം ഒരേ സമയത്ത് ഈ ചൈന, തുർക്കി, പാകിസ്ഥാൻ ഇപ്പം മിലിറ്ററി ട്രാൻസ്പോർട്ട് ആക്ടിവിറ്റി ആരംഭിച്ചതും ഇതിനോടുള്ള ഒരു സൂചന തന്നെയായിരിക്കും. അപ്പോൾ പാകിസ്ഥാൻ ഏത് സമയവും ഇന്ത്യ ആക്രമിക്കാം എന്ന് പറയുമ്പോഴും നമുക്ക് തന്നെ അറിയാം പാകിസ്ഥാൻ അതിനുള്ള മിലിറ്ററി കേപ്പബിലിറ്റി ഒന്നുമില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഈ പാകിസ്ഥാൻ പിന്നോട്ട് പോവാതെ വീണ്ടും ഇന്ത്യ ആക്രമിക്കുന്ന എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവർ മറ്റു രാജ്യങ്ങൾ ഈ പറയുന്ന പോലെ ചൈനയും ഇന്ത്യക്ക് വിരോധമുള്ള രാജ്യങ്ങളുമായിട്ട് അവരൊരു കണക്ഷൻ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഇന്ത്യക്ക് എതിരെയുള്ള ചൈന ഇന്ത്യയായിട്ട് തീരെ താല്പര്യമില്ലാത്ത ഒരു രാജ്യമാണ്. അതേപോലെ തന്നെ തുർക്കിയായിട്ട് ഇന്ത്യക്ക് നല്ലൊരു ബന്ധമുണ്ടെങ്കിൽ പോലും ചില സമയത്ത്, മിക്ക സമയങ്ങളിലും അതൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഒരു കൺട്രി തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള രാജ്യങ്ങളെ തെരഞ്ഞെടുത്ത് അവരുമായിട്ട് ഒരു ടൈപ്പ് ഉണ്ടാക്കുകയാണ് ഇപ്പൊ പാകിസ്ഥാന്റെ ഉദ്ദേശം എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ വിചാരിക്കേണ്ടി വരും. അങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കേണ്ടി വരികയും ചെയ്യണം. കാരണം അങ്ങനെയുള്ള ഒരു ഇതാണ്. ഇപ്പൊ ഓഗസ്റ്റ് 7-നാണ് ഈ ജോയിന്റ് ഡിഫൻസ് എഗ്രിമെന്റ് സൗദിയും തുർക്കിയും പാകിസ്ഥാനും ഒപ്പുവെച്ചിരുന്നതെന്ന് പറഞ്ഞു. അതാണ് ഈ മെക്ക കരാർ വെച്ചിരുന്നത്. അതിനൊപ്പമാണ് ഇപ്പൊ ബംഗ്ലാദേശ് പാകിസ്ഥാനുമായിട്ട് ടൈപ്പ് ആവുന്നത്. അത് ഇന്നലെ നടന്ന സംഭവമാണ്. ഇതിനിടയിലാണ് ഈ ചൈനയിൽ നിന്നും തുർക്കിയിൽ നിന്നും ഒക്കെ പാകിസ്ഥാനിലേക്ക് ഈ എയർക്രാഫ്റ്റുകളും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മൊത്തത്തിലൊന്ന് നോക്കിക്കഴിയുമ്പോൾ പാകിസ്ഥാൻ അടങ്ങിയിരിക്കില്ല. വീണ്ടും ഇന്ത്യയെ ആക്രമിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് തന്നെ ആയിരിക്കണം ഇത് എന്നാണ് ഇന്ത്യയിലെ വളരെ സുരക്ഷിതമായിട്ടുള്ള വിവരങ്ങളിൽ നിന്ന് ലഭിച്ച, റോട്ടേഴ്സ് പോലുള്ള ഔദ്യോഗിക മാധ്യമങ്ങളിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ. അതിൻ്റെതായിട്ട് നമ്മൾ എന്താണേലും കരുതിയിരുന്നേ പറ്റൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.